വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് രാവിലെ ഉണ്ടാക്കുന്ന പലഹാരം എന്തും ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ ഈന്തപ്പഴം കിസ്മിസ് ചട്നിയും കൂടെ സെർവ് ചെയ്താൽ കുട്ടികൾ ശകലം പോലും ഭക്ഷണം വേസ്റ്റാക്കുകയില്ല. എല്ലാവർക്കും നമസ്കാരം. അമ്മോനസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളൊക്കെ തുറക്കാറായില്ലേ, 1-2 സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാനുള്ള റെസിപ്പി ഉണ്ടാക്കി നേരത്തെ സൂക്ഷിക്കാം. ഇത് ഒരാഴ്ച വരെ വെളിയിരുന്നാലും യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല. കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് ചോറിനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും സപ്പറിനും എല്ലാം ഇത് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ സ്പെഷ്യൽ കിസ്മിസ് ഈന്തപ്പഴം ചട്നി. കിസ്മിസ് ഞാനിവിടെ എല്ലാം കഴുകി ഉണക്കി എടുത്തുകൊണ്ട് വന്നു. ഇത് ഈ ഒരു ചെറിയ പാത്രം, ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാം ഈക്വലായിട്ട് എടുക്കണം. ഈന്തപ്പഴം കുരു കളഞ്ഞ് അരിഞ്ഞ് ചെറുതാക്കി ഈ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെ എടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതും ഈക്വലായിട്ട് എടുക്കാം. ആദ്യം കിസ്മിസ് ഈ ഒരു ബൗള് നിറച്ചെടുത്തു. ഇത്ര മതി. ഇതിനി വിനാഗിരി ഒഴിച്ച് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇത് അരച്ചെടുക്കാം. വിനാഗിരി ഒഴിക്കാം. വിനാഗിരി ഒഴിച്ച് അരച്ചെടുക്കാം. കുറച്ചുകൂടെ എടുക്കണം. ഞാൻ ഈ കുപ്പിയിൽ തീർന്നതുകൊണ്ട് കുറച്ചുകൂടെ എടുത്ത് അരച്ചു കൊണ്ടുവരാം. ഈന്തപ്പഴം 1 കപ്പ് അരിഞ്ഞെടുത്തു. ചീനിച്ചട്ടി അടുപ്പ് വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. ഉഴുന്ന് പരിപ്പ് 2-3 ഇടാം. ഇതൊന്ന് പൊട്ടി വരട്ടെ. ഉഴുന്ന് പരിപ്പ് മൂത്തു. ഇനി 2-3 വറ്റൽമുളക് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ 1 കപ്പ് ഇതങ്ങിടാം. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി മൂത്ത് വരണം. കുറച്ചുകൂടെ മൂത്ത് വരണം. ഈന്തപ്പഴം കിസ്മിസ് ചട്നിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ മൂത്തു. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഇതിടാം. കളറ് കിട്ടാം. തീനി ഓഫാക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത്. കിസ്മിസ് അരച്ചത് ചേർക്കാം. ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കിസ്മിസ് അരച്ചത് ചേർത്ത് യോജിപ്പിച്ചു. കുറച്ച് വിനാഗിരി കൂടി ഒഴിക്കാം.
വിനാഗിരി ഒഴിച്ചു. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം കൂടെ അങ്ങിടാം. എല്ലാം കൂടെ ഒന്ന് ചേർത്ത് യോജിപ്പിച്ച് ഒരു തിള വന്നു കഴിഞ്ഞാൽ ഉടനെ ഇത് ഓഫാക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. ഈന്തപ്പഴം കിസ്മിസ് ചട്നി ഇവിടെ റെഡിയായി. കണ്ടോ? അടിപൊളി ടേസ്റ്റുള്ള ഈ ചട്നി എല്ലാവരും ട്രൈ ചെയ്യണേ. ഇത് കേടാകാതെ ഒരാഴ്ച വെളിയിൽ വെക്കാം. പിന്നെ വേണമെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിലും സൂക്ഷിക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ ഷുഗർ ചേർക്കാം. ഇത് ഓർഗാനിക് ഷുഗറാണ്. അപ്പോൾ അത് 1 ടീസ്പൂൺ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ചട്നി തണുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചു. ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റ്, ഒന്നും പറയാനില്ല. ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഇത് ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീരും. അതുപോലെ ടേസ്റ്റാണ്. മക്കൾ ഭക്ഷണം കഴിക്കണം, അത്രയല്ലേ വേണ്ടൂ. ഓക്കെ, ട്രൈ ചെയ്യൂ എല്ലാവരും. ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു സൈഡ് ഡിഷായിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.